അത്താഴം കഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 5 സുന്നത്തുകൾ അത്താഴ സമയത്ത് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അത്താഴം എന്നുള്ളത് ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ്. പലരും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാറുണ്ട്, അല്ലേ? പല ആളുകളും, ചില ആളുകളൊക്കെ അങ്ങനെ കാണാം. ഒന്നിരിക്കെ ഉറക്കിന്റെ ക്ഷീണം കൊണ്ട്, അതല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട്. അത്താഴം എന്നുള്ളത് വലിയ ഒരു സുന്നത്താണ്. ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സമയം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വലിയ സുന്നത്താണ്. ആ സമയത്തിന് അള്ളാഹു വലിയ പ്രത്യേകതകൾ നൽകിയിട്ടുണ്ട് എന്നാണ്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അത്താഴ സമയം എന്നുള്ളത് വലിയ ബറക്കത്തുള്ള സമയമാണ് സ്വഹാബാ. ഒരു നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ദിവസങ്ങളിൽ നിന്ന് പ്രഭാതത്തിന്റെ തുടക്കമായ അത്താഴ സമയമുണ്ടല്ലോ, ആ സമയം വല്ലാത്ത ബറക്കത്തുള്ള സമയമാണ്, റഹ്മത്തുകൾ പെയ്തിറങ്ങുന്ന സമയമാണ്. അതുകൊണ്ട് അത്താഴ സമയത്ത് സുന്നത്താക്കപ്പെട്ട ഭക്ഷണത്തെ നിങ്ങൾ കഴിക്കണേ സ്വഹാബാ. നോമ്പുകാരൻ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ ദിക്റ് ചൊല്ലി, ബിസ്മി ചൊല്ലി, വുളുവെടുത്ത് മിസ്വാക്ക് ചെയ്ത് വുളുവെടുത്തിട്ടല്ലേ, സുന്നത്ത് നമസ്കരിച്ചിട്ടല്ലേ, തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണല്ലോ അത്താഴത്തിന്റെ മുമ്പിലേക്ക് വരുന്നത്. ഇന്നലെ നമ്മളത് പറഞ്ഞതാണ്. അത്താഴത്തിന്റെ മുമ്പിലേക്ക് നമ്മൾ വരുമ്പോ വുളുവോടുകൂടി വരുന്നത് അത് ഏറ്റവും വലിയ സൗഭാഗ്യത്തിന് കാരണമാണ്. മറന്നു പോവണ്ട. മാഷാ അല്ലാഹ്, ആ അത്താഴ സമയം എന്നുള്ളത് വലിയ പവറുള്ള സമയമാണ്. നഷ്ടപ്പെടുത്തരുത്. പലർക്കും അത് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ആ സമയത്തിന് അല്ലാഹു വലിയ ഇജാബത്ത് നൽകിയിട്ടുണ്ട് സ്വഹാബാ. ആ സമയത്ത് എന്റെ അടിമകൾ എന്ത് പറഞ്ഞാലും ഞാൻ ഇജാബത്ത് കൊടുക്കും സ്വഹാബാ. എന്റെ അടിമകൾ എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നതെല്ലാം വാരിക്കോരി കൊടുക്കുന്ന ഒരേ ഒരു സമയമുണ്ട്. റമദാനിലെ 2 സമയങ്ങളിൽ നിന്ന് ഒരു സമയം അത് അത്താഴത്തിന്റെ സമയമാണെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. പാതിരാ സമയത്ത് ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് അത്താഴത്തിന്റെ മുമ്പിലേക്ക് വരുന്ന മുഅ്മിനീങ്ങളെ, നമ്മുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറാൻ വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും നീങ്ങിപ്പോവാൻ വേണ്ടി, ഒരു വിശ്വാസി നഷ്ടപ്പെടുത്താൻ പാടില്ലാത്ത ഏറ്റവും വലിയ ബറക്കത്തുള്ള സമയമാണ് അവന്റെ അത്താഴ സമയം എന്നുള്ളതെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബവിയിൽ മുത്തുനബി പറയുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെ മസ്ജിദുൻ നബിയിലെ മിമ്പറിലേക്ക് കയറുകയാണ്. ആ പ്രവാചകർ മുഴുവൻ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് വഅദ് പറയുന്ന സ്വഹാബാ, എല്ലാവരും വരിക സ്വഹാബാ. നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണെന്ന് നൽകാൻ പോകുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിലെ മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ ഇരുന്നു കൊണ്ട് സ്വഹാബത്തിനോട് പറയുകയാണ്, ഇനി ഇങ്ങനെ ഒരു പ്രഭാഷണം നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട സ്വഹാബ. ഇത്രയും ജനബാഹുല്യമായ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പ്രഭാഷണം ഈ മുത്തുനബി നടത്തുമെന്ന് നിങ്ങൾ കരുതേണ്ട സ്വഹാബ. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിനോട് അടുത്ത സമയമല്ലേ? ആ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മസ്ജിദുൻ നബിയുടെ മിമ്പറിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്, സ്വഹാബത്തിൽ പ്രഭാഷണം നടത്തി കൊടുക്കുകയാണ്. ഖദ് അനല്ലകും ശഹറുൻ അളീം, നിങ്ങൾക്ക് പരിശുദ്ധമായ ഒരു മാസം വരുന്നുണ്ടേ സ്വഹാബ. ആ മാസത്തിന്റെ പ്രത്യേകത എല്ലാം മുത്തുനബി പറഞ്ഞിട്ട് ആ മാസത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഫീഹി വഖ്തുൻ, ആ മാസത്തിനൊരു സമയമുണ്ട് സ്വഹാബ, ഒരു സമയമുണ്ട് സ്വഹാബ. ആ മാസത്തിൽ ഒരേ ഒരു സമയമുണ്ട് സ്വഹാബ. ആ സമയത്ത് അല്ലാഹു അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ്.
പടച്ചതമ്പുരാൻ എല്ലാ മറകളും നീക്കി വെച്ചുകൊണ്ട് അവന്റെ അടിമകളിലേക്ക് ഇറങ്ങി വരുന്ന സമയമാണ് സ്വഹാബാ. അള്ളാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങുകയില്ല, നമ്മൾ ഇറങ്ങുന്നത് പോലെ ഇറങ്ങി വരികയല്ല. അള്ളാഹു ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. ഒരു അടിമയും ചോദിച്ചാലും അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന സമയമാണ്. അവനിലേക്ക് അള്ളാഹു ഇറങ്ങുകയാണ്, അവന്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സാധിപ്പിക്കുകയാണ്, അവന്റെ വിഷമങ്ങൾ അള്ളാഹു മാറ്റുകയാണ്, അവന്റെ സങ്കടങ്ങൾ അള്ളാഹു നീക്കുകയാണ്. അവൻ എന്താണോ മനസ്സറിഞ്ഞ് പടച്ചതമ്പുരാനോട് പറയുന്നത് അതെല്ലാം അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധ റമളാനിന്റെ ഒരേ ഒരു സമയം വരുന്നുണ്ട്. സ്വഹാബത്ത് മുഴുവനും ചോദിച്ചു, യാ റസൂലല്ലാഹ് ദുല്ലനീ യാ ഹബീബല്ലാഹ്, ആ സമയമെന്ന് പറഞ്ഞു തരണം നബിയേ. അത്രയും വലിയ പവറുള്ള ബറക്കത്തുള്ള മഹത്വമുള്ള സ്ഥാനമുള്ള അത്രയും വലിയ റഹ്മത്ത് കൊണ്ട് അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞ ആ സമയമെന്ന് പറഞ്ഞു തരുമോ നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, വഖ്തു സുഹൂർ, അത് അത്തായത്തിന്റെ സമയമാണ് സ്വഹാബ. പ്രഭാതത്തിന്റെ മുന്നേ, സുബഹിയുടെ മുന്നേ വിശ്വാസികളായ അടിമകൾ അല്ലാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി ദുആ നടത്തുന്ന സമയമുണ്ടല്ലോ. ആ അത്താഴത്തിലുള്ള സമയം പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള സമയമാണ്. എന്നെ കേൾക്കുന്ന ചെറുപ്പക്കാരാ, എന്നെ കേൾക്കുന്ന ഈമാനുള്ള പെങ്ങളെ, നമുക്കെത്രയോ നോമ്പുകൾ കഴിഞ്ഞു പോയില്ലേ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരെങ്കിലും ആ സമയത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? നഷ്ടപ്പെടുത്താൻ പാടില്ല കൂട്ടുകാരാ, നഷ്ടപ്പെടുത്താൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അത്തായ സമയമെന്നുള്ളത് വലിയ ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്തുള്ള പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കുമെന്നാണ്. അതുകൊണ്ടല്ലേ മഹാനായ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്ത് വലിയ മഹാനല്ലേ, അല്ലാഹുവേ മഹാനുമാവല്ല ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ റമളാനിനെ സ്വീകരിക്കണമല്ലാ. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് ഇങ്ങനെ കരയുകയാണ്. ശിഷ്യന്മാർ വന്ന് ചോദിച്ചു, എന്തിനാണ് ഉസ്താദേ നിങ്ങൾ കരയുന്നത്? എന്തിനാണ്? നിങ്ങൾ വലിയ മഹാനല്ലയോ ഉസ്താദേ, നിങ്ങൾ വലിയ മഹാനല്ലേ ഉസ്താദേ, പിന്നെ എന്തിനാണ് നിങ്ങൾ കരയുന്നതെന്ന് മഹാനായ ശിബിലി ഇമാമിനോട് ശിഷ്യന്മാർ വന്ന് ചോദിക്കുമ്പോ ഇമാം ശിബിലി റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാണ്, എനിക്ക് മരണം പേടിയില്ല മക്കളെ, മരിക്കാൻ എനിക്ക് പേടിയില്ല, മരണം എനിക്ക് പേടിയില്ല. പിന്നെ എന്തിനാണ് ഞാൻ കരയുന്നതെന്നറിയോ? എന്റെ ജീവിതത്തിൽ ഞാൻ അല്ലാഹുമായി ഏറ്റവും കൂടുതൽ അടുത്തിരുന്ന സമയം അത് സുബഹിയുടെ മുന്നോടിയുള്ള സമയമാണ് മക്കളെ. ഈ ശിബിലിയുടെ ജീവിതത്തിൽ, എന്റെ ജീവിതത്തിൽ അല്ലാഹുമായിട്ട് ഏറ്റവും ഞാൻ അടുത്തിരുന്ന സമയം, അല്ലാഹുമായിട്ട് വല്ലാതെ ബന്ധപ്പെട്ടിരുന്ന സമയം, ഒരു മറയുമില്ലാതെ എന്റെ വിഷയങ്ങളെല്ലാം യജമാനനായ റബ്ബിനോട് ഞാൻ തുറന്ന് പറഞ്ഞിരുന്ന സമയം അത് അത്താഴത്തിന്റെ സമയമാണ് മക്കളെ. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാ ഇനി ആ സമയം എനിക്ക് തിരിച്ചു ലഭിക്കൂലല്ലോ. ആ സമയമായിരുന്നു എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ സുഗന്ധത്തിന്റെ, സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ, അഭിമാനത്തിന്റെ സമയം ആ സമയമായിരുന്നു. മഹാനായ ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ആ സമയം എന്റെ ജീവിതത്തിന്റെ വലിയ ആനന്ദത്തിന്റെ സമയമാണ്. ആ സമയം എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ സമയമാണ്. ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അങ്ങനെ ഒരു സമയം എന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരൂലല്ലോ എന്ന് കരുതുമ്പോ, എന്ന് ആലോചിക്കുമ്പോ എനിക്ക് സങ്കടമാണ്. ശിബിലി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ സമയത്ത് പോലും പറഞ്ഞത് ആ മഹത്തായ പവിത്രതയുള്ള സമയം, മഹത്തായ സമയത്തെ കുറിച്ചിട്ടാണ്. എന്റെ ഈമാനുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എന്റെ പ്രവാസികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ മനസ്സിന്റെ അകത്ത് നീറുകൂട്ടം സങ്കടങ്ങളുണ്ടല്ലോ. എല്ലാ പ്രതിസന്ധികളും അല്ലാഹുവിനോട്
പറയാൻ പറ്റിയ സമയമാണ്, നഷ്ടപ്പെടുത്തരുത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ആ ഒരു സമയത്തിന് അല്ലാഹു വലിയ മഹത്വമാണ് നൽകിയത്, വലിയ മഹത്വം. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫീഹി അൽ ബറക, അതിൽ വല്ലാത്തൊരു ബറക്കത്തുണ്ട് എന്നാണ്. പ്രഭാത ഭക്ഷണം, പ്രഭാതത്തിന്റെ മുന്നോടിയുള്ള, സുബഹിയുടെ മുന്നോടിയുള്ള അത്താഴ സമയത്തുള്ള ഭക്ഷണം വലിയ ബറക്കത്തുണ്ട് എന്നാണ്. അതുകൊണ്ടാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്താഴം കഴിക്കുന്നതിനെ കുറിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, നിങ്ങൾ അത്താഴം കഴിക്കണം. ഫഇന്ന ഫിസ്സുഹൂരി ബറക, അത്താഴം എന്നുള്ളത് ബറക്കത്തുള്ള ഭക്ഷണമാണ്, അതിൽ അല്ലാഹു ബറക്കത്ത് നൽകിയിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിച്ചിരിക്കണം. അത്താഴം കഴിക്കുമ്പോൾ ഏറ്റവും നല്ലത് ഏതാ? ബെറ്റർ, ഏറ്റവും സൂപ്പർ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് ഈത്തപ്പഴമാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ഒരു ഈത്തപ്പഴം എടുത്തിട്ട് നമ്മൾ അത്താഴം കഴിക്കുന്നതിന് സുന്നത്ത് നമ്മൾ അതുകൊണ്ട് വീട്ടുക. പിന്നെ നമുക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന അരി ഭക്ഷണവും ഏതും കഴിക്കാം, ഈത്തപ്പഴം ഉണ്ടെങ്കിൽ ട്ടോ. അപ്പോ അത്താഴം കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്ത്. അത്താഴം കഴിക്കാതെ നമ്മൾ നോമ്പെടുത്താൽ ആ സുന്നത്ത് നഷ്ടപ്പെടും, സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലമാണ്, അത് മറന്നു പോകരുത്. അപ്പൊ അത്താഴം കഴിക്കാതെ നമ്മൾ നോമ്പെടുക്കരുത്, അത്താഴം കഴിക്കുക എന്നുള്ളത് ഒരു സുന്നത്താണ്. അപ്പൊ ഒരു സുന്നത്ത് നമുക്ക് ലഭിച്ചു. രണ്ടാമത്തെ സുന്നത്ത് എന്താ? അത്താഴം കഴിക്കുന്നത് തുടങ്ങുന്നത് ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത്, അത് രണ്ടാമത്തെ സുന്നത്താണ്. ശ്രദ്ധിക്കണേ, അപ്പൊ 2 സുന്നത്തായി. മൂന്നാമത്തെ സുന്നത്ത്, അത്താഴം കഴിക്കുമ്പോൾ നിയ്യത്ത് വെക്കണം. എന്ത്? ഞാൻ അത്താഴം കഴിക്കുന്നു എന്ന സുന്നത്തിനെ ഞാൻ വീട്ടുന്നു. എങ്ങനെ? അത്താഴം കഴിക്കുക എന്നുള്ള ഒരു സുന്നത്താണ്, ആ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയ്യത്ത് വെച്ചിട്ട് നമ്മൾ അത്താഴം കഴിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കും. അപ്പൊ 3 സുന്നത്തായി. ശ്രദ്ധിക്കണേ പ്രിയപ്പെട്ട ലൈവിലുള്ള എല്ലാവരും ശ്രദ്ധിക്കണം. മറ്റൊരു സുന്നത്ത് അത്താഴ സമയത്ത് സുഗന്ധം പുരട്ടുക എന്നുള്ളതാണ്. നോമ്പുകാരനെ സുഗന്ധം പുരട്ടല്, സ്പ്രേ അടിക്കല്, സുറുമ എഴുതല് അതൊന്നും സുന്നത്തില്ല നോമ്പുള്ള സമയത്ത്, പകൽ സമയത്ത്. എന്നാൽ നോമ്പുകാരൻ അത്താഴ സമയത്ത് സുഗന്ധം ഉപയോഗിക്കല് സുന്നത്തുണ്ട് എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 4 സുന്നത്തായി അല്ലേ? ഏതൊക്കെയാ? 1, അത്താഴം കഴിക്കുക എന്നുള്ള സുന്നത്ത്. അത്താഴം കഴിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് 2ാമത്തെ സുന്നത്ത്. അത്താഴം കഴിക്കുന്നു എന്ന നിയ്യത്ത് വെച്ച് കഴിക്കുക, അത് 3ാമത്തെ സുന്നത്ത്. അത്താഴം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് 4ാമത്തെ സുന്നത്ത്. ഇനി 5ാമത്തെ സുന്നത്ത്, എപ്പോഴാണ് നമ്മൾ അത്താഴം കഴിക്കേണ്ടത്? എപ്പോഴാ കഴിക്കേണ്ടത്? സുബഹിയുടെ തൊട്ടു മുമ്പായിട്ട്, അഥവാ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പായിട്ട് അത്താഴത്തെ പിന്തിപ്പിക്കലാണ് ഏറ്റവും സുന്നത്ത്. സുബഹിയിലേക്ക് പിന്തിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സുബഹി ബാങ്ക് കൊടുക്കുന്നതിന്റെ അല്പം മുമ്പ്. മഹാന്മാരായ സ്വഹാബത്ത് പറയുന്നുണ്ട്, അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചിരുന്നത് എപ്പോഴാണ്? സുബഹി ബാങ്കിന്റെ അല്പം തൊട്ട് മുമ്പാണ്. എന്ന് പറഞ്ഞാൽ മുത്തുനബി അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖുർആനിലെ ഒരു 50 ആയത്ത് ഓതാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. ആ സമയം ആകുമ്പോഴേക്ക് ബാങ്ക് കൊടുക്കും. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്താഴം കഴിച്ചതിന് ശേഷം പരിശുദ്ധ ഖുർആൻ എടുത്ത് പാരായണം ചെയ്യുകയാണെങ്കിൽ 50 ആയത്ത് ഓതി കഴിഞ്ഞാൽ ആ സമയം കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് കൊടുക്കുമായിരുന്നു. അപ്പൊ അത്രയും ഡിഫറൻസ്, അത്രയും സമയ വ്യത്യാസമേ ഉള്ളൂ സുബഹി ബാങ്കിന്റെയും അത്താഴത്തിന്റെയും ഇടയിൽ. ആ സമയമാണ് ഏറ്റവും വലിയ ബറക്കത്തുള്ള സമയമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. ഇനി ചോദിക്കട്ടെ, എന്തിനാണ് ആ ഒരു സമയത്ത് മാത്രം അത്താഴം കഴിക്കൽ സുന്നത്താക്കിയത്? നമുക്ക് തറാവിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മുത്താഴം കഴിക്കുമല്ലോ അല്ലേ? ആ കഴിക്കുന്ന സമയത്ത് നല്ലവണ്ണം കഴിച്ചിട്ട് അങ്ങനെ കിടന്ന പോരെ? അത്താഴത്തിന്റെ സമയത്ത് എഴുന്നേൽക്കണോ? മഹത്തുക്കളായ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സമയം നമ്മോട് അത്താഴം കഴിക്കാൻ പറഞ്ഞത്, ആ സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ബറക്കത്തുണ്ട്. 1, നമ്പർ 1 അതാണ്. രണ്ടാമത്തത്, ആ സമയത്ത് നമ്മുടെ ശരീരത്തിന് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം ആ ദിവസം മുഴുവനും നിങ്ങളുടെ ശരീരത്തിനുള്ള എനർജി സമ്പാദിക്കാൻ അത് കാരണമാണ് എന്ന് മഹത്തുക്കൾ പറയുകയാണ്. ആ സമയത്ത് ഭക്ഷണം കഴിച്ചാൽ പിന്നെ വല്ലാതെ ക്ഷീണമോ തളർച്ചയോ പ്രയാസമോ ഒന്നും വരൂല എന്നാണ്. ഇപ്പൊ പൊതുവേ നമുക്ക് ക്ഷീണമില്ല അല്ലേ? ആർക്കും ക്ഷീണമില്ലല്ലോ
ആരൊന്നും പറയുന്നില്ലല്ലോ, ക്ഷീണമല്ലല്ലോ? ഇല്ല, ഇൻഷാ അല്ലാഹ്. ഇനി ഉണ്ടെങ്കിലും വിഷമിക്കണ്ട. ലോക്ക്ഡൌണിന്റെ ക്ഷീണം എല്ലാവർക്കും ഉണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകും. ക്ഷമയോടുകൂടി നോമ്പെടുക്കി ഇൻഷാ അല്ലാഹ്. ക്ഷമയോടുകൂടി നോമ്പെടുക്കി എല്ലാവരും, നമ്മുടെ പ്രവാസികളും നാട്ടുകാരും എല്ലാവർക്കും അള്ളാഹു വലിയ ബറക്കത്ത് നൽകട്ടെ. സവാബു സ്വബിരി അൽ ജന്ന എന്നല്ലേ അല്ലേ? ക്ഷമിച്ചു കഴിഞ്ഞാൽ സ്വർഗമാണ് പ്രതിഫലം എന്നല്ലേ? അതുകൊണ്ട് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ഷമിക്കുക. അപ്പൊ ഈ 5 സുന്നത്തുകൾ നമ്മൾ പറഞ്ഞു, അത്താഴത്തിന്റെ 5 സുന്നത്തുകൾ ഒന്നുകൂടി പറയുന്നു ശ്രദ്ധിക്കാൻ വേണ്ടി. അത്താഴം കഴിക്കുക എന്നുള്ളത് സുന്നത്ത്. അത്താഴം കഴിക്കാതെ നോമ്പെടുക്കരുത്. അത്താഴം കഴിക്കുമ്പോൾ ഈത്തപ്പഴം കൊണ്ടാവുക എന്നുള്ളത് 2ാമത്തെ സുന്നത്ത്. ലൈവിലുള്ളവ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് വീണ്ടും പറയുന്നത്. അത്താഴം കഴിക്കുമ്പോൾ കഴിക്കുന്നു, സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന നിയത്ത് വെക്കുക, 3ാമത്തെ സുന്നത്ത്. അത്താഴം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിക്കുക എന്നുള്ളത് 4ാമത്തെ സുന്നത്ത്. അത്താഴം കഴിക്കുമ്പോൾ സുഗന്ധം ഉപയോഗിച്ചു, അത് കഴിഞ്ഞ് അത്താഴം കഴിക്കുമ്പോൾ സുബഹിയിലേക്ക് പിന്തിപ്പിച്ച് കഴിക്കുക എന്നുള്ളത് മറ്റൊരു സുന്നത്ത്. അള്ളാഹു നമുക്കത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഈ 5 സുന്നത്തുകളും നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് അത്താഴം കഴിക്കുന്നതെങ്കിൽ 5 ഫർളുകളുടെ പ്രതിഫലം അള്ളാഹു നമുക്ക് ആ സ്പോട്ടിൽ നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മാത്രമല്ല, അത്താഴം കഴിക്കുന്നവർക്ക് വീണ്ടും അള്ളാഹു ഓഫർ തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്നല്ലാഹ തആല വ മലായികത്തുഹു യുസല്ലൂന അലൽ മുത്തസഖിരീൻ. അത്താഴം കഴിക്കുന്നവരാരാണ്? അവർക്ക് വേണ്ടി അള്ളാഹുവും മലക്കുകളും ദുആ ചെയ്യുമെന്നാണ്. അത്താഴം കഴിക്കുന്ന ഭാഗ്യവന്മാരെ, അത്താഴം കഴിക്കുന്ന നോമ്പുകാരാരാണ്? അവർക്ക് വേണ്ടി അള്ളാഹുവും അവന്റെ മലക്കുകളും ഇങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നഷ്ടപ്പെടുത്തല്ല പെങ്ങളെ. പലരും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കാറുണ്ട്. പ്രതിഫലം അറിഞ്ഞാൽ നമ്മളത് നഷ്ടപ്പെടുത്തൂല്ല. അള്ളാഹു നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. അള്ളാഹുവിന്റെ മാലാഖമാര് നമുക്ക് വേണ്ടി ദുആ ചെയ്യുമെന്നാണ്. പരിശുദ്ധമായ റമദാൻ മാസത്തിലെ അത്താഴം കഴിക്കുന്നവർക്ക് വേണ്ടി അള്ളാഹു ദുആ ചെയ്യുമെന്ന് പറഞ്ഞതാരാ? നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ ദുആ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുകൊണ്ട് അത്താഴം കഴിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മാഷാ അല്ലാഹ്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ വീട്ടുകാർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൽ വല്ലാത്ത ബറക്കത്തുള്ള പ്രതിഫലമാണ്. നിങ്ങൾ ജമാഅത്തായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ സ്വഹാബ. അവിടെയാണ് ഫീഹി അൽ ബറക, അവിടെ ബറക്കത്തുണ്ട് എന്നാണ്. അവിടെ ബറക്കത്തുണ്ട് എന്നാണ്. ഭാര്യയും മക്കളും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതിൽ അല്ലാഹു വലിയ ബറക്കത്ത് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നമ്മുടെ വീട്ടിനകത്ത് നമ്മൾ അത്താഴം കഴിക്കുമ്പോൾ ഒരു ടേബിളിന്റെ അകത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണേ സ്വഹാബ. കാരണം അത്താഴ സമയത്തുള്ള ഭക്ഷണത്തിലുള്ള ബറക്കത്ത് തന്നില്ലേ? നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലാഹു ബറക്കത്ത് തന്നില്ലേ? എത്രത്തോളം ബറക്കത്താണ് അത്താഴ സമയത്ത് നിങ്ങളെ കുടുംബത്തിന്റെ അകത്ത് അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കി തരുന്നത് മറന്നു പോവണ്ട. അല്ലാഹുവിന്റെ ഹബീബേ തങ്ങൾ പറയുകയാണ്, ഭക്ഷണം കഴിക്കുമ്പോ വലത് കൈ കൊണ്ട് കഴിക്കണേ സ്വഹാബ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി ചൊല്ലണേ സ്വഹാബ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ആ ഭക്ഷണത്തിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ സ്വഹാബ. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ചൂടുള്ള ഭക്ഷണമാണെങ്കിൽ ആ ചൂട് മാറാൻ വേണ്ടി, ചൂട് പോയി കിട്ടാൻ വേണ്ടി ഭക്ഷണത്തിലേക്ക് നമ്മൾ വായ കൊണ്ട് ഊതാൻ പാടില്ല സ്വഹാബ. എത്ര സുന്നത്തുകളാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ലഭിക്കുന്നതെന്നറിയോ? ഒന്നും അറിയാതെ നഷ്ടപ്പെടാൻ പാടില്ല. ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല.